ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയാം, ഞങ്ങളുടെ നേതാക്കൾക്ക് ആഗ്രഹം നിങ്ങൾ അധികാരത്തിൽ വരണമെന്നാണ്. ഈ പ്രതീതി അവരെ ത്രൂ ഔട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവിശ്വസിക്കും. അവർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡീല് പുറത്തു വരാതിരിക്കുകയും വേണം. അവിടെ വിജയിയെ ജയിപ്പിക്കുന്നതിലൂടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അറിവ് വരുത്തിയോ? ഇലക്ഷൻ കമ്മീഷൻ വീട്ടിന്റെ മുന്നിൽ കെട്ടിയെടുക്കുന്ന പട്ടിക്ക് ഇതിനേക്കാളും വില കൊടുക്കണം. നമ്മൾ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി, എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ. അത് ചോദിച്ചവരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ ശിക്ഷിക്കുന്ന കോടതി. നമ്മള് ഒരു തണുത്ത വെള്ളത്തിലുള്ള തവളയാണ്. ആ തവളയുടെ അടിയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീ. ആ തവളയാണ് നമ്മൾ അറിയുന്നില്ല നമ്മൾ വെന്ത് ചാകാൻ പോവുകയാണ് എന്നുള്ളത്. മതേതരത്വ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അവൻ ഹിന്ദു സാമധാരിയാണെങ്കിൽ അവൻ സംഘാവായി മാറി. അവൻ മുസ്ലിം ആണെങ്കിൽ അവൻ ഇസ്ലാമിക തീവ്രവാദിയാണ്. CPM നിന്നുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദിയാണ്. ഒരു അനീതി കണ്ടാൽ അത് അനീതിയാണെന്ന് തോന്നണമെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യണം. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രകമ്പനത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് നീങ്ങാൻ തയ്യാറാവുന്നുള്ളൂ. അരിക്കൊമ്പനെ പിണറായി വിജയൻ നാട് കടത്തിയിരിക്കുന്നു. അങ്ങനെ അരിക്കൊമ്പനെ ചക്കക്കൊമ്പനുമായി സംഘാതം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു പിണറായി വിജയൻ. അതാണ് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മതേതരത്വം, ജനാധിപത്യം. ഈ ആവാസ വ്യവസ്ഥയിൽ കേരളം തുടരാൻ പാടില്ല എന്ന് നിശ്ചയിക്കാൻ പോകുന്ന കാലഘട്ടമാണ് ഈ 2026 മുതൽ 2029 വരെയുള്ള കാലഘട്ടം. അതിന് കളമൊരുക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളാണ്. 1 ദശലക്ഷം ആളുകളെ നമുക്ക് ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുകയാണെങ്കിൽ, ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന വിധത്തിൽ അവരെ സജ്ജരാക്കാൻ കഴിയുകയാണെങ്കിൽ, ഒരു സംശയവും വേണ്ട, നമ്മൾ ഇവിടെ നിന്ന് പ്രകടിപ്പിക്കുന്ന ഓരോ അഭിപ്രായവും അവിടെ മെറ്ററിയും. 26 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളോട് പലരും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇതിനകത്തിപ്പോ വിശ്വസിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ലല്ലോ. സംഘപരിവാറിന്റെ വോട്ട് ഇത്തവണ LDFന്റെ പെട്ടിയിൽ വീഴുമായിരുന്നു. പലരും നമ്മളോട് വന്ന് ചെവിയിൽ പറയും. ഇത്തവണ ബോധപൂർവം എന്നോടൊരു BJPയുടെ പ്രമുഖനായിട്ടുള്ള, എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ബന്ധമുണ്ട്. കാരണം എന്താ, ഞാൻ 10-28 കൊല്ലം മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ആളാണ്. എല്ലാവരെയും ഫോണിൽ വിളിച്ച് സംസാരിക്കാനുള്ള ബന്ധം എനിക്കുണ്ട്. BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയാം, ഞങ്ങളുടെ നേതാക്കൾക്ക് ആഗ്രഹം നിങ്ങൾ അധികാരത്തിൽ വരണമെന്നാണ്. ഈ പ്രതീതി അവരെ ത്രൂ ഔട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവിശ്വസിക്കും. അവരുടെ ഉന്നം എന്ന് പറയുന്നത് ആ നിലയിലുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുകയും അവർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഡീല് പുറത്തു വരാതിരിക്കുകയും വേണം. കേരളത്തില് ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭരണമാണ് തങ്ങൾക്ക് വളം എന്ന കാര്യത്തില് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും ഇല്ലായിരുന്നു. പക്ഷെ അവരെന്താ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നമ്മൾ അധികാരത്തിലെത്തിച്ചാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ആ ഭരണം കൊണ്ട് തന്നെ ആ പാർട്ടി ഇല്ലാതാകും. UDF സ്വാഭാവികമായും ഭരണമില്ലാതെ തകരും. ഇതായിരുന്നു അവർ പുറത്തു പറഞ്ഞിരുന്നെങ്കിൽ. അകത്ത് അവർക്ക് ഒരു ബൈനറി സൃഷ്ടിക്കേണ്ടതുണ്ടായിരുന്നു. എന്താണ് ആ ബൈനറി? അതായത് ഈ പറയുന്ന മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള ഒരു ഭരണകൂടത്തിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന ഒരു പൊതുപ്രതീതി, ആ പൊതുപ്രതീതി ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക CPMനല്ല, LDFനല്ല, അത് BJPക്കാണ്, സംഘപരിവാറിനാണ് എന്നുള്ളതാണ്. ഇത് അതാ ഞാൻ പറഞ്ഞ നേരത്തെ. ഇത് നമ്മള് ഒട്ടും കുറച്ച് കാണരുത് RSSനെ. അവര് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമല്ല ആലോചിക്കുക. ഇപ്പൊ വിജയിയെ ജയിപ്പിച്ചിട്ട് എന്തിനാണ് RSSന്? നമുക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാം, ജോസഫ് വിജയ് അല്ലേ? വിജയിയെ ജയിപ്പിച്ചിട്ട് എന്തിനാണ് RSSന് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. വിജയിയെ ജയിപ്പിച്ചാൽ, അവിടെ വിജയിയെ ജയിപ്പിക്കുന്നതിലൂടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അറിവ് വരുത്തിയോ? ഇപ്പൊ പുതിയൊരു രാഷ്ട്രീയത്തിന് ഇപ്പൊ വേറൊരാളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോ നീ അവിടെ നിന്ന് ശ്രമിക്കുക, ഞാൻ ഇവിടെ നിന്ന് ശ്രമിക്കാം. ജുഡീഷ്യറി അപ്രസക്തായി. ഇനി ഇതിൽ കൂടുതൽ അപ്രസക്തമാകാനില്ല. ജയന്തി നടരാജന്റെ വിധിന്യായത്തിലൂടെ പൂർണ്ണമായും കീഴ്പ്പെട്ടിരിക്കുന്നു ജുഡീഷ്യറി. 2, ഇലക്ഷൻ കമ്മീഷൻ വീട്ടിന്റെ മുന്നിൽ കെട്ടിയെടുക്കുന്ന പട്ടിക്ക് ഇതിനേക്കാളും വില കൊടുക്കണം. നമ്മൾ എക്സിക്യൂട്ടീവ് ആകെ BJP പറയുന്നതിനനുസരിച്ചാണ് ചലിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും ഇനി തർക്കമുണ്ടാകും എന്ന് കരുതാനാവില്ല. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് ഒരു പെട്ടി പണം ഉണ്ടെങ്കിൽ
കൂടെ പോരുന്നവരാണ്. ഇതിനേക്കാൾ അന്തസ് അങ്ങനെ പണം കൊടുത്ത് നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന മറ്റുള്ളവർക്കുണ്ട്. മാധ്യമങ്ങൾ ഒരു വിലയുമില്ലാത്ത സംവിധാനമായി മാറിയിരിക്കുന്നത്. ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ച തന്നെ ഉദാഹരണം, 12 വർഷമായിട്ടൊരു പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല. ചോദ്യങ്ങൾ നേരിട്ടിട്ടില്ലെന്ന്. നേരിട്ടാൽ അനുഭവിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അയാളുടെ ഡിഗ്രി കാലഘട്ടം മുതലുള്ള ചോദ്യങ്ങളില്ലേ ഈ രാജ്യത്ത്? എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ അഹമ്മദാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി, എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ. അത് ചോദിച്ചവരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ശിക്ഷിക്കുന്ന കോടതിയും. കേരളമാണ് അവിടുത്തെ ഉന്നം. അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടുകൂടി നിന്നിട്ടില്ല എങ്കിൽ കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോകാൻ ഇനി വെറും 3 വർഷം മാത്രമേ വേണ്ടൂ. 3 വർഷം. 2031 ആരും കണക്കാക്കണ്ട. 2029 എന്ന 3 വർഷം മാത്രം കണക്കാക്കിയാൽ മതി. കാരണം എന്താ, ഈ 29 ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ റിസൾട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. LDF 31 മുതൽ 33% വരെ വോട്ട്, BJPക്ക് 28% മുതൽ 31% വോട്ട്. ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ ചോദിക്കും. കാരണം എന്താ, നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ തവളയാണ്. നമ്മള് അങ്ങനെ ഒരു തവളയുടെ കാര്യം അറിയാലോ. ഒരു ചൂടുവെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന്, തിളക്കുന്ന വെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന് തവള പെട്ടെന്ന് ചാടും. നമ്മള് ഒരു തണുത്ത വെള്ളത്തിലുള്ള തവളയാണ്. ആ തവളയുടെ അടിയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീ. ആ തവളയാണ് നമ്മൾ അറിയുന്നില്ല നമ്മൾ വെന്ത് ചാകാൻ പോവുകയാണ് എന്നുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഈ വരാനിരിക്കുന്ന 2027-28 കാലഘട്ടത്തെ ചർച്ച പ്രധാനമായും നടക്കാൻ പോകുന്നത് ഒന്ന് ടെലിവിഷൻ ചാനലുകളിലായിരിക്കും. ടെലിവിഷൻ ചാനലുകളുടെ ആങ്കർമാരെയൊക്കെ ഒന്ന് മുഖം ഓർമ്മിച്ചു നോക്കിയേ. ടെലിവിഷൻ ചാനലുകളുടെ പേര് ഒന്ന് ഓർത്തു നോക്കിയേ. ടെലിവിഷൻ ചാനലുകളുടെ മാനേജ്മെന്റുകളെ ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പോ ടെലിവിഷൻ ചാനലുകളിൽ നടക്കാൻ പോകുന്നത് ഈ വർഗീയ പ്രചരണമായിരിക്കും. കാരണം അതിന് സാഹചര്യം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരുത്തൻ മതേതരത്വ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ, അവൻ ഹിന്ദു നാമധാരിയാണെങ്കിൽ അവൻ സംഘാവായി മാറി. അപ്പോ എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അവൻ മുസ്ലിം ആണെങ്കിൽ അവൻ ഇസ്ലാമിക തീവ്രവാദിയാണ്. CPM-ൽ നിന്നുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദിയാണ്. അപ്പോ മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കൊള്ളട്ടെ, അവന് ഒരു ചാപ്പ കുത്തി വെച്ചിരിക്കുന്നു. അപ്പൊ ഈ നിലയിൽ എല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുന്നതിലൂടെ നമുക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. മലയാളിക്ക് പ്രത്യേകിച്ചൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഈ പെർസെപ്ഷൻ ക്രിയേഷന്റെ കൂടെ പോകാനാണ് താല്പര്യം. നമുക്ക് ഒറ്റയ്ക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ വന്നതിന് ശേഷം ഒരു വാർത്തയുണ്ട്, അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, മനോരമ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തന്നെയും അത് അനീതിയാണല്ലോ എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ പോകാൻ ഇപ്പൊ നമ്മൾ തയ്യാറല്ല. നമുക്ക് ഒരു അനീതി കണ്ടാൽ അത് അനീതിയാണെന്ന് തോന്നണമെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യണം, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ആ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രകമ്പനത്തിനനുസരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് നീങ്ങാൻ തയ്യാറാവുന്നുള്ളൂ. അല്ലാത്ത ഒരു അനീതി, അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഇന്നലെയാണ് 4000 EVM-കൾ നിന്ന് കത്തുന്നത് കണ്ടത്. നമുക്ക് ആർക്കെങ്കിലും ചോര തിളച്ചോ? ഒരു കെട്ടിടം നിന്ന് കത്തുകയാണ്. എത്ര കെട്ടിടങ്ങളുണ്ട് രാജ്യത്ത്? EVM സൂക്ഷിച്ച കെട്ടിടങ്ങൾ മാത്രം. അതും 2026 ഒരു മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന EVM-കളാണ് നിന്ന് കത്തുന്നത്. മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ ROയ്ക്ക് അധികാരം കൊടുക്കുന്നത് സുപ്രീം കോടതി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പെർസെപ്ഷന് പിന്നാലെ പോവുക എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് നമ്മളെപ്പോഴും അഭിമാനത്തോട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? കഴിഞ്ഞ നിയമസഭാ കാലയളവില് ഒരൊറ്റ അഴിമതി ആരോപണം പോലും കേരള നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. ശരിയാ, ഒറ്റ അഴിമതി ആരോപണം പോലും കേരള നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു നിയമസഭയെ കേരളം കണ്ടിട്ടുമില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാ വോട്ട് ചെയ്തത്? നമ്മൾ വോട്ട് ചെയ്തത്
അരിക്കൊമ്പന്റെ കാര്യത്തിൽ എന്താണെന്നറിയോ, നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ഭൂവിഭാഗത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് മാധ്യമങ്ങൾ അടിച്ചേൽപ്പിച്ച കാര്യം, അരിക്കൊമ്പനെ പിണറായി വിജയൻ നാട് കടത്തിയിരിക്കുന്നു. അങ്ങനെ അരിക്കൊമ്പനെ ചക്കക്കൊമ്പനുമായി സംഘാതം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു പിണറായി വിജയൻ. അതാണ് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റോബിൻ ബസിന്റെ കേരളത്തിലെ പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ സാധ്യമാകില്ല എന്ന് കാണിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ ഉയർത്തി കാണിച്ച ഒരു കാര്യമായിരുന്നു. അതേസമയം നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തുന്നു എന്നുള്ള കാര്യം മറച്ചു വെക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ വൈകാരികമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന, നമ്മുടെ സ്വഭാവം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ RSS ആയിക്കോട്ടെ, സംഘപരിവാർ ആയിക്കോട്ടെ, മൗദൂദികളായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ഈ സകല കമ്മ്യൂണിസ്റ്റ് വിരോധികളും ഒത്തുചേർന്ന ലൂസായിട്ടുള്ള UDF സംവിധാനം ആയിക്കൊള്ളട്ടെ, ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ചുരുക്കാണ്, നിൽക്കണോ പോണോ, ഇതാണ് നമ്മൾ 2029 തീരുമാനിക്കേണ്ട കാര്യം. കേരളം അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ, മതേതരത്വം, ജനാധിപത്യം, ഈ ആവാസ വ്യവസ്ഥയിൽ കേരളം തുടരാൻ പാടില്ല എന്ന് നിശ്ചയിക്കാൻ പോകുന്ന കാലഘട്ടമാണ് ഈ 2026 മുതൽ 29 വരെയുള്ള കാലഘട്ടം. അതിന് കളമൊരുക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളാണ്. അതിനാവശ്യമായിട്ടുള്ള പാനലുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അതിനാവശ്യമായിട്ടുള്ള ആങ്കറുകൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, അതിനാവശ്യമായിട്ടുള്ള സാഹചര്യവും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമ്മൾ എന്താണ് നാളേക്ക് വേണ്ടി കരുതി വെക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇന്നലത്തെ അല്ല, നാളത്തേത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. പക്ഷേ അതിൽ ചെറിയ ഭാഗമെങ്കിലും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഓരോരുത്തരും മാധ്യമപ്രവർത്തകരാകണം. നോക്കൂ, എല്ലാം അസ്തമിച്ചു പോകുമ്പം വഴി അവിടെ മുടങ്ങുകയാണല്ലോ ചെയ്യുക. ഞാൻ അങ്ങനെ കരുതുന്ന ആളല്ല. എല്ലാം അസ്തമിക്കുമ്പോഴും പടച്ചോൻ ഒരു വഴി തുറന്നു വെച്ചു തരും. ആ ഒരു വഴിയാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത്. ആ ഒരു വഴി, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വഴി, നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞു, അതൊന്നും നമ്മളല്ല നിയന്ത്രിക്കുന്നത്, അൽഗോരിതം നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ഒക്കെ ശരിയാണ്, ഒരു സംശയമില്ല. കോർപ്പറേറ്റുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, അല്ലാതെ മെറ്റ എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാൻ അവസരം നൽകുമോ? പക്ഷേ അൽഗോരിതത്തെ മുറിച്ചു കിടക്കാനുള്ള വഴികൾ യഥാർത്ഥത്തിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴും ഒരു സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളെയും ഡിജിറ്റൽ മാധ്യമങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാതായത്. അങ്ങനെയാണ് പ്രബീർ പുർക്കായത്തെ പിടിച്ച് ജയിലിലിട്ടത്. അങ്ങനെയാണ് ധ്രുവറാട്ടിയെ പോലുള്ളവര് ഈ ടൈംസ് നൗ പോലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ വ്യൂവർഷിപ്പിന്റെ ഒക്കെ 10 മടങ്ങ് വ്യൂവർഷിപ്പോട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുടെ ശബ്ദം ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് ഈ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹാക്കളെ. നമുക്ക് എല്ലാത്തിലും അഭിപ്രായമുണ്ട്. നമ്മൾ മതേതര മനസ്സുള്ളവരാണ് മഹാഭൂരിപക്ഷം പേരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും അറിയാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഓരോരുത്തരും, ഇത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിന്റെ പണിയാണ്, അല്ലെങ്കിൽ ഇത് നന്നായി എഴുതാൻ അറിയുന്ന ആളുടെ പണിയാണ്, അല്ലെങ്കിൽ നന്നായി ക്യാമറയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുടെ പണിയാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാകണം, ഏതെങ്കിലുമൊക്കെ തരത്തിൽ. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളം എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഒരു 5 ലക്ഷത്തിൽ ചില്ലുവാനം പേരുണ്ടല്ലോ പാർട്ടി അംഗങ്ങൾ എന്ന് പറഞ്ഞത്. വർഗ ബഹുജന സംഘടനകളിൽ ഏറ്റവും ഹാർഡ് കോറായി നിൽക്കുന്ന ആളുകളെ മാത്രം എടുത്താൽ തന്നെ നമ്മൾ ഏതാനും ദശലക്ഷങ്ങളുണ്ട്. 1 ദശലക്ഷം ആളുകളെ നമുക്ക് ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുകയാണെങ്കിൽ, ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന വിധത്തിൽ അവരെ സജ്ജരാക്കാൻ കഴിയുകയാണെങ്കിൽ, ഒരു സംശയവും വേണ്ട, നമ്മൾ ഇവിടെ നിന്ന് പ്രകടിപ്പിക്കുന്ന ഓരോ അഭിപ്രായവും അവിടെ മെറ്റ് അറിയും, അവിടെ വാഷിംഗ്ടൺ DC അറിയും. നമ്മൾ ഈ കേരളത്തിലെ ചലനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് അത് പോകും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള ശേഷി, മനസ്സ് നമ്മൾ കൈവരിച്ചില്ല എങ്കിൽ ഈ നാട് നമ്മുടെ കൈവിട്ടു പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു.